ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. ഇന്ന് സഫാരി വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കണ്ടുപിടുത്തവുമായിട്ടാണ്. ഇതുവരെ ഒരാളും ചെയ്യാത്ത ഒരു കണ്ടുപിടുത്തം സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സക്സസ് ആയതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് പുറത്തേക്ക് വിടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ആണിയാണ് ഇരിക്കുന്നത്. ഈ ആണി കൊണ്ട് പല ആളുകൾക്കും ഇതുണ്ടാവും. ഇവിടെ വേപ്പിൻ തൈയുണ്ട്. വേപ്പിൻ തൈ പൊട്ടിക്കുമ്പോൾ ഓരോന്ന് ഊരി കോച്ചിൽ ഊരിയെടുക്കലാണ് ചില ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വേപ്പിൻ്റെ വളർച്ചയെ അത് വല്ലാതെ ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ വേപ്പിൻ്റെ സാധാരണ പൊട്ടിക്കുന്നതായ സമയത്ത് ഇതുപോലെ ഓരോന്ന് ഇലയാണ് പൊട്ടിക്കേണ്ടത്. ഇവിടെ നിന്ന് കൊമ്പ് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് 2 അമ മുളച്ച് വരികയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് വേപ്പ് വളർത്തുന്ന കൃഷിക്ക് വീട്ടാവശ്യത്തിനും അതുപോലെ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ വളർത്തുന്നവർ ചെയ്യുന്നത്. എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ സങ്കടം ഉണ്ടാകും. കാരണം ഇതെല്ലാം പുതിയതായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതായ മൂലങ്ങളാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം ഉണ്ടാകും. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഈ വേപ്പ് ഇതുപോലെ വളർത്തിയെടുത്തു. ഇനി ഇവിടെ നിന്ന് ഒരു കഷണം മുറിച്ചിട്ട് ഇതിനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇതിവിടെ നിന്ന് ഇത്രയും ഭാഗം പോകുന്ന സങ്കടം വളരെ വലുതാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് 2 അമ പൊട്ടാനുള്ള ഒരു സൂത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ ഒരു ആണി, ചെറിയൊരു മുള്ളാണി എടുക്കുക. എന്നിട്ട് എവിടെ നിന്നാണോ അമ പൊട്ടേണ്ടത് എങ്കിൽ അതിൻ്റെ നേരെ മുകളിൽ നമ്മൾ ഈ ആണി ഒന്ന് തുളച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഉദാഹരണം, ഈ കൊമ്പ്, ഈ ചില്ലയിൽ നിന്ന് ഇനി അമ പൊട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആണി തുളച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് അമ പൊട്ടണമെങ്കിൽ നമുക്ക് ഈ ആണി ഇവിടെ തുളച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടെയും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുണ്ട അങ്ങോട്ട് ഇതുവരെ പിൻ ചെയ്തു. അതുപോലെ ഇതിൻ്റെ ഈ കമ്പിലും നമ്മൾ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം രണ്ടാഴ്ച, ഏകദേശം 10-15 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് അറിയുക. ഇതിന് മുമ്പ് നമ്മൾ സക്സസ് ആയി ചെയ്ത ഒരു വീഡിയോ, ഇതിൻ്റെ സക്സസ്സായി ചെയ്ത പരീക്ഷണം വിജയിച്ച ഒന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ ഈ വേപ്പ് തൈയിൻ്റെ ഈ ഭാഗത്ത് ഉള്ള ഇതാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇവിടെയാണ് ആണി വെച്ചിരുന്നത്. ഈ ആണി വെച്ചതുകൊണ്ട് ഇവിടെ നിന്ന് അമച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് കാണാം. ആണി വെച്ച അടയാളവും കാണാം. ആണി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴത്തു നിന്ന് അമക്കുമെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഒരു അടയാളമാണ് ഇത്. അപ്പോൾ ഈ വേപ്പ് തൈ ഇതുപോലെ ഇങ്ങനെ ഉണ്ടായതാണ്. ഏകദേശം 1.5-1.25 വർഷത്തിൻ്റെ മൂപ്പാണ് ഈ വേപ്പ് തൈകൾക്കുള്ളത്. ഇവിടെ മറ്റൊരു വേപ്പ് തൈ കാണാം. അതുപോലെ ഇവിടെ മറ്റൊരു വേപ്പ് തൈ കാണാം. ഇത് ആണി വെക്കുന്നതിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയതാണ്. പക്ഷെ പൊട്ടിപ്പോയെങ്കിൽ കൂടി ഇതിന് 2 അമ, ഇവിടെ ഒരു അമ, അതുപോലെ താഴെ ഒരമ, ഇവിടെ ആയിട്ടും ഒരമ ഇപ്പോൾ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വേപ്പ് കൂടുതൽ ഇലകൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സൂത്രവിദ്യകൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വിദ്യകളുമായി സഫാരി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇതുപോലെയുള്ള ഓരോ വെറൈറ്റി കാഴ്ചകളുമായി വരുന്ന വീഡിയോ ഒക്കെ ആദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഗുഡ് ബൈ.